ഈ വണ്ടി ചെറുതായിട്ട് ഈ ടെറസിന് താഴെ നോക്കായിരുന്നു, ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ട് വന്നിട്ടുള്ളത് എന്നൊന്നും ഞാൻ പറയില്ല, ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഇതെൻ്റെ അനിയൻ എനിക്ക് മേടിച്ചു തന്നൊരു വണ്ടിയാണ്. ഫുള്ളി റിമോട്ടിലൊക്കെ വരുന്നിട്ടുള്ള ഒരു വാച്ച് റിമോട്ട് കൺട്രോൾ കാറാണ്. ഫുള്ളി പ്ലാസ്റ്റിക്കാണ് ഐറ്റം വരുന്നത്. കയ്യിൽ കെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ടിങ് 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 ഓടിച്ച് കളിക്കാം. അപ്പോൾ നേരെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ പുള്ളി സാധാരണ കാറൊന്നും ഇതുപോലെ മേടിക്കാത്തതാണ്. അപ്പോൾ അവൻ നിൽക്കുന്ന കടയിൽ വന്നുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാച്ചിനകത്താണ് ഇരിക്കുന്നത്. ബെൻഡൻ്റെയൊക്കെ വാച്ച് പോലത്തെ ഒരു സാധനമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ ഈ കണ്ണും മൂക്കുമൊക്കെ ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ കാറ്. അത് നമ്മുടെ CID മ്യൂസിക്കകത്ത് ചായക്കപ്പം കൊണ്ടുപോകുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞൻ കാറ് എന്ന് പറയുന്നത്. കണ്ണും മൂക്ക് കൊടുത്തിട്ടൊരു സെറ്റപ്പാണ് വണ്ടിക്ക്. ഇവിടുത്തെ ലൈറ്റ് ഉണ്ട്. ഇതെനിക്കൊന്ന് റിമോട്ടിൻ്റെ റിസീവർ സെറ്റപ്പാണെന്ന് തോന്നി ഈ ഒരു ലൈറ്റ് വരുന്നത്. അല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയൂ, ഇത് റബ്ബർ ടയറിലാണ് വരുന്നത്. അതിൻ്റെ വീലിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രണ്ട് ചെറുത്ത് ബാക്ക് വലുതാണ് വരുന്നത്. ഇവിടെയാണ് വണ്ടി നമുക്ക് ഓൺ ആക്കുന്നത്. സോ ഇത്ര ഉള്ള ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ മോട്ടറൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഐറ്റം. റിമോട്ടിലാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് ഓടിക്കുക. ഇവിടെ ഞെക്കിയാൽ ബാക്കിലോട്ട് ഓടും. പക്ഷേ നമ്മളിവിടെ ഞെക്കി പിടിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വണ്ടി ഇങ്ങനെ വട്ടം കറങ്ങും. ഡ്രിഫ്റ്റല്ല, ഒന്ന് ടേണായി വരും. സോ ഇതിനകത്ത് വരുന്നത് നമ്മുടെ റിമോട്ടിൻ്റെ TVയുടെ റിമോട്ടിനൊക്കെ ബാറ്ററി ഇല്ല, ക്ലോക്കിൻ്റെ ബാറ്ററി അല്ല, അതിലും ചെറിയ സൈസ് ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. സോ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ചാർജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യെസ്, ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്. നോക്കട്ടെ. ഭാഗ്യത്തിൻ്റെ വണ്ടി ഓടുന്നില്ല. ഓടുന്നുണ്ട്. വണ്ടി ചെറുതായിട്ട് ഈ ടെറസിന് താഴെ നോക്കായിരുന്നു, ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ എന്താ പറയുന്നത്, ഈ റിമോട്ടിന് വലിയ റേഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത്രയും ക്ലോസ് റേഞ്ച് ഞെക്കിയാലേ മാത്രമേ ഉള്ളൂ ഇത് വർക്കാകുന്നുള്ളൂ. ഇത്ര ഉയർത്തിയും താഴെ പോയിട്ടും സാധനം വർക്കാകുന്നുണ്ട്, അത് കൊള്ളാം. ഇനി നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഓടിച്ച് നോക്കാം. ഇത് ഒറ്റ ഞെക്കിൽ ഓടിച്ച് കാണിക്കാൻ പറ്റില്ല, ഭയങ്കര സ്പീഡാണ്. കണ്ടോ, പേടിച്ചാണ് ഓടിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് പിള്ളേർക്കൊക്കെ പറ്റിയാണ്, നമുക്ക് വലിയവർക്ക് പറ്റിയ വണ്ടിയൊന്നുമല്ല. കാരണം ഇത് എന്താ പറയുന്നത്, പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ക്ലോസ് റേഞ്ചിൽ റിമോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി ഓടത്തുള്ളൂ. ചാർജിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ ഫുള്ളി ചാർജൊക്കെ ചെയ്ത് നോക്കിയാണ്, എന്നാലും അങ്ങനെയൊക്കെ തന്നെ ഓടത്തുള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ എന്താ പറയുന്നത്, പറ്റിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളൊന്നും പുള്ളി എന്നോട് പറഞ്ഞിട്ടില്ല, അനിയൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഫുള്ളി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് പക്ഷേ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. കാരണം ഇത്രയും വലിയ ടെറസിന് വേണ്ടിയത് വണ്ടി തലയും കുത്തി 2 പ്രാവശ്യം താഴെ പോയിട്ട് വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, മോട്ടറിനൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മോട്ടറാണ്, കുഞ്ഞൊരു മോട്ടറായിരിക്കുന്നത്. റബ്ബർ വീലൊക്കെ വരുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളും ഒന്നും ഫങ്ഷൻ അല്ലാതെ ഇത് മാത്രമേ ഉള്ളൂ കത്തത്തുള്ളൂ. പച്ച, ചുമല, നീല ഇങ്ങനെ മാറി കത്തും. ആൻഡ് ഇതാണ് നമ്മുടെ റിമോട്ട്. ഞാൻ ഓൾറെഡി കാണിച്ച പോലെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CID മ്യൂസിക് അത് ഗ്ലാസ് വെക്കുന്ന പോലെ വണ്ടി എടുത്ത് ഇവിടെ വെക്കുക, ക്ലോസ് ചെയ്യുക, കയ്യിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഓടും. ആ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളെങ്കിലും കൈയും കൊണ്ട് നമ്മൾ റിമോട്ടുമായിട്ട് ഈ വണ്ടിയുടെ പുറകെ പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കുഞ്ഞ വണ്ടിക്ക്, ഇത്രയും വില കുറഞ്ഞൊരു വണ്ടിക്ക് ഇതിൻ്റെ പോരായ്മയൊക്കെ പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.